ഇന്ന് നടന്ന ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിന് ശേഷം ചെർപ്പുളശ്ശേരി 7ാം വാർഡിലെ കൗൺസിലറായിട്ടുള്ള സുമിത്ര വിനോദ് ചില ആരോപണങ്ങൾ ചെർപ്പുളശ്ശേരിയിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ MR രാജേഷിനെതിരെ ചില ആരോപണങ്ങൾ കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരം ചില വിഷയങ്ങളിലേക്ക് നഗരസഭാ കൗൺസിൽ യോഗം എത്തേണ്ടി വന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് സുമിത്ര വിനോദിനോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താണ് അത്തരം പ്രശ്നങ്ങളിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ വാർഡുകളിൽ നമ്മുടെ വോട്ടർമാർ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ നമ്മളോട് അറിയിക്കുന്നുണ്ട്. നമ്മുടെ വാർഡിൻ്റെ 2 സൈഡിലും പുല്ല് വെട്ടുന്നതും മറ്റു കാര്യങ്ങളും വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. അത് നമ്മൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ച് അതിനൊരു തീരുമാനമായി വരുമ്പോഴേക്കും നമ്മുടെ 9ാം വാർഡിലെ കൗൺസിലർ അവർ ഇവിടെ വന്ന് കണ്ടീജൻസ് വർക്കറെ കൊണ്ടുപോയി 9ാം വാർഡിലേക്കാണെന്ന് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് 7ാം വാർഡിൽ കൊണ്ടുപോയിട്ട് അവരുടെ കുടുംബക്കാരുടെ രാജേഷ് കൗൺസിലറിനോട് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്, 7ാം വാർഡിലെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, 9ാം വാർഡിലെ കാര്യങ്ങൾ രാജേഷ് കൗൺസിലർ നോക്കൂ എന്ന്. അപ്പോൾ രാജേഷ് കൗൺസിലർ എന്നോട് പറഞ്ഞത് എൻ്റെ കുടുംബക്കാരുടെ വീടിൻ്റെ മുമ്പിൽ പൊന്തകൾ വെട്ടണം, അവിടെ വൃത്തിയായി കിടക്കണം. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ കണ്ടീജൻറ്റ് വർക്കറെ കൊണ്ടുപോയി അവരുടെ കുടുംബക്കാരുടെ വീടിൻ്റെ മുമ്പിൽ മാത്രം പുല്ലുകളും മറ്റും വെട്ടുകയും അതല്ലാതെ തന്നെ 7ാം വാർഡിലെ പല കാര്യങ്ങളിലും കൗൺസിലർ എന്ന നിലയിൽ ഞാൻ അറിയാതെ രാജേഷ് കൗൺസിലർ ഇടപെടുകയും ചെയ്തപ്പോൾ നമ്മളത് കൗൺസിലിൽ ഉന്നയിച്ചു. അതിന് മറുപടി ഞാൻ എൻ്റെ കാര്യങ്ങൾ കൗൺസിലിൽ ഉന്നയിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് രാജേഷ് കൗൺസിലിൽ കുറേ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിന് മറുപടി എനിക്ക് തിരിച്ച് മറുപടി പോലും പറയാനില്ലാതെ ആളെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. എൻ്റെ വാർഡിലെ തൊഴിലുറപ്പ് എൻ്റെ വാർഡ് ഒരു വലിയ വാർഡാണ്. ആലുംപാറ, കരുമാനാംകുറിശി, കുന്നത്ത് അതുപോലെ നിരവത്തുകുന്ന് ഉൾപ്പെടുന്ന വലിയൊരു വാർഡാണ്. അപ്പോൾ കരുമാനാംകുറിശിക്കാരെ ഞാൻ തഴഞ്ഞു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 30,000 രൂപയാണ് നമുക്ക് തൊഴിലുറപ്പിന്. അത് 5 ദിവസങ്ങളിലായിട്ട് കരുമാനാംകുറിശിയിലും ബാക്കി 5 ദിവസങ്ങളിൽ ആലുംപാറയിലും തുല്യമായിട്ടാണ് നമ്മളത് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള തോടിൻ്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു, അവിടെ ചെയ്തോളാൻ പറഞ്ഞു. അതുപോലെ റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, അവിടെ നമുക്ക് ഈ കിട്ടുന്ന ഫണ്ടിൽ നിന്ന് അതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കരുമാനാംകുറിശി അല്ലെങ്കിൽ 7ാം വാർഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നൊരു ആരോപണം വരുത്തി എൻ്റെ വാർഡിലെ കാര്യങ്ങൾ ഞാൻ അറിയാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെട്ട് അവിടുത്തെ ജീവനക്കാരെ കൊണ്ടുപോയി ചെയ്യിക്കുന്നതിനെതിരെ ഞാൻ കൗൺസിലിൽ ഉന്നയിച്ചപ്പോൾ രാജേഷ് കൗൺസിലർ അതിന് മറുപടി പോലും പറയാൻ അനുവദിക്കാതെ രാജേഷ് കൗൺസിലറും അതുപോലെ തന്നെ വൈസ് ചെയർമാനും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതിൽ രാജേഷ് കൗൺസിലർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഒരു വാർഡിൽ തൊട്ടടുത്ത് കിടക്കുന്ന റോഡിൻ്റെ സ്ഥലത്താണ് ഇതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു വിഷയമാക്കി ഉന്നയിച്ചത് തികച്ചൊരു രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ ഒരു ഇരട്ടത്താപ്പാണ് എന്നുള്ള രീതിയിൽ കൗൺസിലർ സംസാരിക്കേണ്ടായി. അപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? ഇത് ഇപ്പോൾ ഈ സംഭവം നടന്നത് കറക്റ്റായിട്ട് 2 സൈഡിലും 7ാം വാർഡാണ്. 2 സൈഡിലും 7ാം വാർഡാണ്. ഇനി ഞാൻ കൗൺസിലർ പറഞ്ഞതിനുള്ളൊരു മറുപടി കൂടി പറയുകയാണ്. ഞാൻ ഇന്നലെ രാത്രി രാജേഷ് കൗൺസിലിൻ്റെ വാർഡിൽ കൂടെ ഒന്ന് പോയി നോക്കി. 2 സൈഡും കാട് പിടിച്ച പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ 7ാം വാർഡിൽ ഈ പുല്ല് വെട്ടുന്നതിനുള്ള ഉത്തരവാദിത്വം കൗൺസിലറുടെ വാർഡിനും കൂടെ ഒന്ന് കാണിക്കണം എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ തികച്ചും ഇത് 7ാം വാർഡ് മാത്രമാണ്, അവിടെയാണ് ചെയ്യിച്ചിട്ടുള്ളത്. രാവിലെ ഒരു 8:15 ആൾ നമ്മുടെ 7ാം വാർഡിൻ്റെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, ഇവിടെ ഇന്ന് പുല്ല് വെട്ടാൻ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ചെടികളോ പൂക്കളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് വെട്ടേണ്ടത് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം എന്ന്. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കും, 9ാം വാർഡിലെ കൗൺസിലർ അവിടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഫോട്ടോ രണ്ടാമതൊരു 8:50 ഫോട്ടോ ഇട്ടു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരുടെ കുടുംബക്കാരുടെ വീടിൻ്റെ മുന്നിലൂടെയുള്ള പുല്ലാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഫണ്ട് ഇറക്കിയിട്ട് ചെയ്യിക്കുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, നമ്മൾ കുടുംബക്കാരുടെ മുന്നിലുള്ള പൊന്ത വെട്ടി കൊടുക്കാനല്ലല്ലോ നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. നമ്മുടെ വാർഡിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയം നഗരസഭാ ഭരണസമിതിയുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ഒരു വനിതാ കൗൺസിലറെ അപമാനിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം വരെ അവിടെ ഉണ്ടായി. അപ്പോൾ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു മറുപടി തൃപ്തികരമായിരുന്നു? ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. കാരണം മറുപടി പറയാതെ വൈസ് ചെയർമാനും 9ാം വാർഡ് കൗൺസിലറായ രാജേഷ് കൂടെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. നമുക്ക് ചെയർപേഴ്സണോട് നമ്മൾ മറുപടി ആവശ്യപ്പെട്ടപ്പോൾ തെരുവ് നായ ശല്യത്തെക്കുറിച്ച് പറയാനായിരുന്നു താല്പര്യം. നമുക്കിതിന് ബന്ധപ്പെട്ട ഒരു മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം.
അപ്പോൾ ഈ വിഷയത്തിൽ സുമിത്ര കൗൺസിലർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു മറുപടിയും ഇതുവരെ കൃത്യമായ യാതൊരു മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ക്യാമറ പേഴ്സൺ ശരത് കുമാറിനോടൊപ്പം ആര്യ ഉണ്ണികൃഷ്ണൻ, 1 ന്യൂസ്. ചെറുപ്പുളശ്ശേരി CCST കോളേജിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. നാക് അംഗീകാരമുള്ള CCST കോളേജിലേക്ക് കാലാനുസൃതമായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. 2 PG കോഴ്സുകളും 10 UG കോഴ്സുകൾക്കുമൊപ്പം ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളായ BSc AI, BBA വിത്ത് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. CCST ക്യാമ്പസ് നൽകുന്ന പ്രധാന സവിശേഷതകൾ: അത്യാധുനിക ICT എനേബിൾഡ് ക്ലാസ് റൂംസ്, വിനോദങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം, വിപുലമായ ലാബ് സൗകര്യങ്ങൾ, ഉന്നത പഠന നിലവാരം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ് AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെറുപ്പുളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെറുപ്പുളശ്ശേരി, പാലക്കാട്.